ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സുപ്രധാനമായ ഒരു പഠന പരമ്പരയുടെ 64-ാമത്തെ അവതരണം. റോമർക്കെതിരെ ലേഖനം. റോമർക്കെതിരെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം, നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനം 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ ആരംഭിക്കുകയാണ്. ആ വിഷയ പഠനത്തിൽ വ്യക്തമായി നാം കണ്ടു വിശ്വാസത്താലുള്ള നീതീകരണം, അതായത് ദൈവമുമ്പിൽ കയറിച്ചെന്ന് നിൽക്കുവാനുള്ള യോഗ്യത എങ്ങനെ കൈവരിക്കാം. പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞു, കൃപയാൽ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ നീതീകരണം. ഈ വിഷയം വീണ്ടും വീണ്ടും ഊന്നൽ നൽകി പൗലോസ് അവതരിപ്പിക്കുകയാണ്. കാരണം നാം ഒരിക്കലും ഈ വിഷയം മറക്കരുത്. നീതീകരണം സൗജന്യമാണ്. പാപികളായ മനുഷ്യരെന്ന നിലയിൽ നമുക്കൊരിക്കലും രക്ഷ നേടിയെടുക്കാൻ കഴിയില്ല, സമ്പാദിക്കാൻ കഴിയില്ല. ദൈവം നമ്മോട് കൽപ്പിച്ച കൽപ്പനകളെല്ലാം നിവൃത്തിയാക്കുവാൻ അഥവാ സാധിച്ചാലും ദൈവത്തെ നാം ഒരിക്കലും കടപ്പെടുത്തുന്നില്ല, ദൈവത്തിൻ്റെ മേൽ നിർബന്ധം വരുന്നില്ല. കാരണം നമുക്കൊരിക്കലും സാധിക്കില്ല. ദൈവം നമ്മോട് കടപ്പെടുന്നില്ല. ദൈവം നമ്മുടെ കടക്കാരനല്ല, നാമാണ് ദൈവത്തോട് കടക്കാരാകുന്നത്. അപ്പം നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അത് കൃപയാലാണ്, മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടത് കൃപയാലാണെങ്കിൽ എൻ്റെ ഭാഗത്ത് രക്ഷ പ്രാപിക്കാൻ ഒരു ഉത്തരവാദിത്വം ആവശ്യമില്ലെന്നാണോ? ഉദാഹരണത്തിന് പെന്തക്കോസ്ത് നാളിൽ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് പത്രോസ് മറുപടി നൽകിയില്ലേ? തീർച്ചയായും. ഒരു ദാനം നമുക്ക് നീട്ടുമ്പോൾ നാം അത് സ്വീകരിക്കണം. അതൊരു സമ്മാനമാണ്, സൗജന്യമായി നൽകിത്തരുന്നതാണ്. അത് സ്വീകരിക്കുമ്പോഴാണ് അത് ദാനമാകുന്നത്. നമ്മളത് സ്വീകരിക്കണം. ആ സ്വീകരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യമായിരിക്കുന്നത്, അത് വളരെ ആവശ്യമാണ്. ആ ദാനം സ്വീകരിക്കാൻ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നാം ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ അത് സ്വീകരിക്കണം. ലോകത്തിൽ ഒരിടത്തും ഒരു നിബന്ധനകളുമില്ലാത്ത ഒരു ദാനമെന്നില്ല.